നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സന്ദീപ്. പ്രൈവറ്റ്ലെസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഐഫോൺ 12 ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, ഹൈലൈറ്റ്സ് എല്ലാം കാണിക്കാം. ഓൾസോ ഇതിൻ്റെ ഒരു മാഗ്സേഫ് ചാർജറും മാഗ്സേഫ് കേസും കാണിക്കാം. ആൻഡ് എന്തുകൊണ്ട് ഇത് വളരെ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണെന്ന് പറയാം. ആൻഡ് എന്തുകൊണ്ട് ആപ്പിളിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആണ്. ആൻഡ് ഞാൻ എന്തുകൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ള ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. തുടങ്ങുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ അമർത്തുക, നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓൾസോ നമ്മളൊരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതാണ് ഐഫോൺ 12ൻ്റെ ബോക്സ്. ഇത് ബ്ലൂ കളർ വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന. ബ്ലൂ കളർ വാൾപേപ്പർ കണ്ടാലും മനസ്സിലാവും. പ്ലസ് സൈഡിലും സ്ലൈറ്റ് ഒരു ബ്ലൂ കളർ ടിൻറ്റ് നമുക്ക് കാണാം, ഈ ബട്ടൺസിൻ്റെ അവിടെയൊക്കെ എസ്പെഷ്യലി. ആൻഡ് ഇതിൻ്റെ ഓവറോൾ ആ ഒരു സിലുവേറ്റ് അവർ നന്നായി കാണിച്ചിട്ടുണ്ട്. പ്ലസ് അത് സ്ലൈറ്റ്ലി എംബോസ്ഡും കൂടിയാണ് ഈ ബോക്സിൽ തന്നെ. വളരെ സിമ്പിൾ ബോക്സ് ആണ്. ആൻഡ് ഇത്തവണ വളരെ സ്ലിമ്മും ആണ്, എസ്പെഷ്യലി ബിക്കോസ് ചാർജർ അകത്ത് കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് സൂൺ സംസാരിക്കാം. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, ഇത് ഐഫോൺ 12ൻ്റെ 256 GB മോഡലാണ്. ബേസ് മോഡൽ വരുന്നതെന്ന് പറഞ്ഞാൽ 64 GB ആണ്. 128 ഒരു മോഡലുണ്ട്. ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 94,900. നമ്മുടെ 128 GB വേർഷൻ എന്ന് പറയുന്നത് 84,900. ആൻഡ് ലോവസ്റ്റ് എൻഡ്, അതായത് എൻട്രി മോഡൽ എന്ന് പറയുന്നത് 64 GB-ന് 79,900 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇത് പല ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ആൻഡ് ഒരു ഗ്രീൻ കളറും ഉണ്ട്. എനിക്ക് ആക്ച്വലി ബ്ലൂ ആണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയും. വൈറ്റും എനിക്ക് വളരെ ഇഷ്ടമാണ്. ആൻഡ് റെഡ് ഓൾസോ ചില ഇതിൽ നോക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ ആക്ച്വലി ഈ 3 കളേഴ്സാണ് പ്രിഫർ ചെയ്യുക. ബട്ട് അഫ്കോഴ്സ് നിങ്ങൾക്ക് ഏത് കളർ വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. എനിക്ക് ബ്ലൂ വളരെ ഇഷ്ടമാണ്, എസ്പെഷ്യലി ബിക്കോസ് ഈ ഒരു ഐഫോൺ 12 സീരീസിലാണ് അവർ ആക്ച്വലി ബ്ലൂ കളർ കൊണ്ടുവന്നിരുന്നത്. അതുവരെ ആ ബ്ലൂ കളർ അത്രയില്ല. മിഡ് നൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഉണ്ടായിരുന്നു പ്രീവിയസ് ഐഫോൺ 11 ഡിവൈസസിൽ. ബട്ട് ഇപ്പോൾ ബോത്ത് 12 സീരീസിലും 12 Pro സീരീസിലും നമുക്ക് ആ ഒരു ബ്ലൂ കളർ വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആപ്പിളിൻ്റെ ടിപ്പിക്കൽ അൺബോക്സിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കട്ടിംഗ് ടൂൾ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ അത് വെറുതെ നമ്മൾ ഓപ്പൺ ചെയ്യുക. ആൻഡ് വളരെ ഒരു സാറ്റിസ്ഫൈങ് സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ബോക്സും തുറന്നു വരുന്ന രീതി തന്നെ വളരെ സ്മൂത്താണ്, വളരെ സാറ്റിസ്ഫൈങ് ആണ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു കട്ടൗട്ടും കാണാം, ക്യാമറ കട്ടൗട്ട് ജസ്റ്റ് ഫോർ ദാറ്റ്. ഇതൊരു സോഫ്റ്റ് പാഡുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ കളർ ഐഫോൺ 12. ആൻഡ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണെന്ന് പറയാം കമ്പയർഡ് ടു നമ്മുടെ ഐഫോൺ 12 Pro Max ബ്ലൂ. അതിൽ കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡാണ്. പ്ലസ് ഈ ഗ്ലോസി ഫിനിഷിന് വരെ ഒരു മാറ്റ് സോർട്ട് ഓഫ് ഫിനിഷാണ് പ്രോ മോഡൽസിലുള്ളത്. എന്തായാലും ഇത് സൈഡിൽ വെക്കാൻ തൽക്കാലം. ആൻഡ് വേറെ എന്തുണ്ടെന്ന് നോക്കാം. ബോക്സിൽ നമുക്ക് ഒരു USB Type-C ടു ലൈറ്റ്നിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട്. ആൻഡ് ഒരു ആപ്പിൾ സ്റ്റിക്കറും കിട്ടുന്നുണ്ട്. ആൻഡ് സിം ഇജക്റ്റർ പിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാം, ഇത് പീൽ ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി സാറ്റിസ്ഫൈങ്. അപ്പോൾ ഇത് ബൂട്ടപ്പ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ഓവറോൾ ഡിവൈസ്. അപ്പോൾ ഇത് നമുക്ക് ബൂട്ടപ്പ് ചെയ്ത് ബേസിക്കലി സെറ്റപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. ആൻഡ് അതിനു മുമ്പ് ഞാൻ വിചാരിച്ചു ഒരു കളർ കമ്പാരിസൺ കാണിക്കാം, എങ്ങനെയാണ് ബോത്ത് ഡിവൈസസ് ഇരിക്കുന്നതെന്ന്. ഒന്ന് നമ്മുടെ ഐഫോൺ 12 ആണ്, ഇത് ബ്ലൂ കളർ വേരിയൻറ്റ്. ആൻഡ് ഇതാണ് നമ്മുടെ 12 Pro Max. സ്പെസിഫിക് ബ്ലൂ എന്നാണ് ഈ കളറിൻ്റെ പേര് ആക്ച്വലി. ആൻഡ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണുന്നത്. അപ്പോൾ ഈ പസഫിക് ബ്ലൂ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് ഒരു ഫ്രോസ്റ്റഡ് സോർട്ട് ഓഫ് ഡിസൈനാണ്. ആൻഡ് ഒരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് ബ്ലൂ ആണ്. ഇത് കുറച്ചും കൂടി ഡാർക്കർ പ്രോപ്പർ ബ്ലൂ ആണ്. ആൻഡ് രണ്ടും കാണാൻ രസമുണ്ട്. എനിക്ക് ബോത്ത് ഈക്വലി ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഡെഫിനറ്റ്ലി പറയാം. ആൻഡ് വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസസ് ബേസിക്കലി ഇപ്പോഴത്തെ ഈ ഐഫോൺ 12 സീരീസിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലാറ്റ് സൈഡ്സ് ആണ്. ആൻഡ് ഓവറോൾ സൈസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, പെർഫെക്റ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത്. ഈ കുറേ ആൾക്കാർ പറയും ചില ഡിവൈസ് ഒരുപാട് വലുതാണ്, ചിലത് ഒരുപാട് ചെറുതാണ്. പക്ഷേ ഇത് ഓവറോൾ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ സ്ലിം ആണ്. ആൻഡ് പെർഫെക്റ്റ് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ സെറ്റപ്പിന് ഞാൻ തുടങ്ങാം. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാൻ വെച്ചിരിക്കുക. അതിൻ്റെ സമയത്തിൽ ഞാൻ വിചാരിച്ചു ഈ ഒരു കേസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് സിലിക്കോൺ കേസാണ്. ഐഫോൺ 12 ആൻഡ് 12 Proന് രണ്ടും സെയിം സൈസാണ് ഓവറോൾ. അപ്പോൾ രണ്ട് കേസസും ഈ കേസ് രണ്ട് ഫോണിലും ഫിറ്റ് ആവും. ആൻഡ് ഇതൊരു മാഗ്സേഫ് കേസാണ്. അപ്പോൾ മാഗ്സേഫിൻ്റെ അർത്ഥം ബേസിക്കലി മാഗ്നറ്റിക്കലി
നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആക്സസറീസ് ആസ് വെൽ ആസ് ചാർജർ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ചാർജ് ഞാൻ കാണിച്ചു തരാം. ബട്ട് ബേസിക്കലി വളരെ സിമ്പിളാണ്. ഇതും ഈക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആണ്, ജസ്റ്റ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദി അതർ പാക്കേജിങ് ഐഫോൺ ആപ്പിൾ തരുന്നത്. ആൻഡ് ഇതാണ് കേസ്. അപ്പോൾ നമ്മളിത് ഇടുമ്പോഴത്തേക്കും ഇപ്പോൾ സെറ്റപ്പ് സ്ക്രീൻ ആയതുകൊണ്ട് എനിക്കറിയില്ല വരുമെന്ന്, ബട്ട് നോർമലി ഇത് ഇടുമ്പോഴത്തേക്കും ഒഫീഷ്യലി യെസ് വന്നു ഓൾറെഡി. അതാണ് കണ്ടോ, ആ ഒരു സർക്കുലർ റിംഗ് വന്നെന്ന് പറഞ്ഞാൽ അത് റെക്കഗ്നൈസ് ചെയ്തു നമ്മൾ അറ്റാച്ച് ചെയ്ത ഒരു മാക്സേഫ് കംപ്ലയൻറ്റ് കേസ് ആണെന്ന്. അപ്പോൾ അത് കാരണമാണ് അങ്ങനത്തെ ഒരു ആനിമേഷൻ കിട്ടിയത്. ഇനി ബാക്കി സെറ്റപ്പ് പ്രോസസ്സ് ചെയ്യാം. ആൻഡ് ഓവറോൾ വളരെ നല്ല കേസാണ്, സ്മൂത്ത് കേസാണ്. ആൻഡ് കളറും സിമിലർ ആണ്. ആൻഡ് യെസ് വളരെ സ്മൂത്താണ്, വളരെ സ്ലിം ആണ് ആക്ച്വലി. പക്ഷേ സ്റ്റിൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ഓൾ റൗണ്ട് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ബോട്ടവും കവർ ചെയ്യുന്നുണ്ട്, ടോപ്പും കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാമറ ഹമ്പും സ്ലൈറ്റ്ലി അത് ആക്ച്വലി എക്സ്ട്രാ ബെസൽ ആഡ് ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റപ്പ് പ്രോസസ്സിൽ ലാസ്റ്റ് മേജർ തിങ് ആണ്, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് iOS 14.4 ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇത് തന്നെയാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഞാൻ ആക്ച്വലി പറയാനിരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ സംസാരിച്ചിട്ട് ആപ്പിൾ എന്തുകൊണ്ട് ഇത്രയും ഡിമാൻഡുള്ള ഒരു ടെക് മാനുഫാക്ചർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ മേക്കർ. കാരണം ഇവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്ലോബലി നിങ്ങൾ എവിടെയാണെങ്കിൽ പോലും ഏത് കാരിയറാണ് ഏത് കൺട്രിയാണ് നിങ്ങൾക്ക് ആ അപ്ഡേറ്റ് കിട്ടിയിരിക്കും അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അവർ ആ അപ്ഡേറ്റ് അവർ സ്റ്റാഗേർഡ് ആയിട്ടോ സ്റ്റേജ്ഡ് ആയിട്ടോ അങ്ങനെയല്ല ചെയ്യുന്നത്. നോർമലി ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോൺസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ കസ്റ്റമേഴ്സിന് ഒരു ഇത് കിട്ടും. US-ലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ US-ൽ അൺലോക്ക്ഡ് ഡിവൈസ് ആണെങ്കിൽ ഒരു അപ്ഡേറ്റ് കിട്ടും, വേറെ കാരിയറിലാണെങ്കിൽ വേറൊരു അപ്ഡേറ്റ് കിട്ടും. എല്ലാവർക്കും പല പല ഡേറ്റിലാണ് പല പല ടൈം ലൈനിലാണ് അപ്ഡേറ്റ് വരുന്നത്. ആൻഡ് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനും വളരെ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ഇതിലാണെങ്കിൽ വളരെ വളരെ ഈസിയാണ്. എല്ലാ ഡിവൈസിലും ഒരൊറ്റ സിംഗിൾ സ്ട്രെച്ചിൽ അവർക്ക് അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഓവറോൾ ഇതിൻ്റെ ഫ്ലൂയിഡിറ്റി ആൻഡ് സോ ഫാർ. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് ഇടയ്ക്ക് ഓടേണ്ടി വന്നു, വേറെ കുറച്ച് പണി വന്നിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഫോൺ കംപ്ലീറ്റ്ലി സെറ്റപ്പ് ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസിക്കലി എക്സാക്ട് എവറി സിംഗിൾ ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ iPhone 12 Pro Maxൽ വെച്ച പോലെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. എക്സാക്ട് സെയിം ലേ ഔട്ടും എല്ലാ കാര്യങ്ങളും സെയിം ലൈക്ക് ദാറ്റ് ആണ്. ആൻഡ് ഈവൻ നമ്മുടെ സജഷൻസ്, ആപ്പ് സജഷൻസ് പോലും വളരെ സിമിലർ ആണ്. ഞാൻ ടോപ്പ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് തന്നെയാണ് ഇതിലും സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ പല കാര്യങ്ങളും ഒരു സിംഗിൾ എന്താ പറയുക ട്രാൻസ്ഫറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് എവറിത്തിങ് വർക്ക്സ് പെർഫെക്റ്റ്ലി ഫൈൻ എന്ന് പറയാൻ പറ്റും. വളരെ സ്മൂത്താണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്രീൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. പ്രീവിയസ്ലി നമ്മുടെ iPhone 11 നമുക്ക് കിട്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു IPS പാനലാണ്. പക്ഷേ ഈ വർഷം നമ്മുടെ iPhone 12 സീരീസിലും, അതായത് 12 മിനിയും 12-ൽ പോലും നമുക്ക് സെയിം OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് സൈസ് ഡിഫറൻസ് വരുന്നുണ്ട്, ബട്ട് ഇൻ ടേംസ് ഓഫ് ദി ഓവറോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആണ്. ആൻഡ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് iPhone 12-ലായാലും 12 Pro-ലായാലും. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ആൻഡ് ആക്ച്വലി ബ്രൈറ്റ്നസ് കുറയ്ക്കേണ്ടി വരുന്നു, അത്രയും ഹൈ ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും ഇതിൻ്റെ കോൺട്രാസ്റ്റും. ബട്ട് വണ്ടർഫുൾ ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് ഒരു 6.1 ഇഞ്ചാണ്. 460 ppi പിക്സൽസ് പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഓവറോൾ എന്താ പറയണത് കോൺട്രാസ്റ്റ് റേഷ്യോ, ബ്രൈറ്റ്നസ്, കളേഴ്സ്, എവറിത്തിങ് ഈസ് ഓൺ പോയിന്റ് എന്ന് പറയാം. ആൻഡ് ആപ്പിളിൻ്റെ തന്നെ ഓൺ സോർട്ട് ഓഫ് ടെക്നോളജി ഇതിൻ്റെ അകത്തുണ്ട്. ബേസിക്കലി നമ്മുടെ ട്രൂ ടോൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ് ലൈറ്റിംഗ് കണ്ടീഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് സെൻസർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടോണാലിറ്റി മാറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസിൽ കുറച്ച് ലെസ് സ്ട്രെയിൻ ഉണ്ടാവും, കുറച്ചും കൂടി ബെറ്റർ റീഡബിലിറ്റി ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലസ് നമ്മുടെ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സർട്ടൻ ടൈം കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഷിഫ്റ്റ് ആവും. പിന്നെ നമ്മുടെ റെഗുലർ റേസ് ടു വേക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബേസിക് എന്താ പറയുക പവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ A14 ബയോണിക് ചിപ്സെറ്റാണ്, 5 നാനോമീറ്റർ ചിപ്സെറ്റാണ്. ആൻഡ് വളരെ വളരെ പവർഫുള്ളാണ്. 12 Pro Maxലും 12 Proയിലും 12 mini 12 ഓൾ ദീസ് ഡിവൈസസ് എക്സാക്ട് സെയിം ചിപ്സെറ്റാണ്. ആൻഡ് വളരെ കേപ്പബിൾ ചിപ്സെറ്റാണ്. ഗെയിമിങ്ങിനായാലും നമ്മുടെ എന്താ പ്രോസസ്സിങ്ങിനായാലും നമ്മുടെ ഫോട്ടോഗ്രാഫി, നമ്മുടെ വീഡിയോ എഡിറ്റിംഗ്, നമ്മുടെ ക്യാമറ, എവറി സിംഗിൾ തിങ് എക്സലൻ്റ്ലി ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാരണം നമുക്ക് സെയിം ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ സെയിം ഹൈ ക്വാളിറ്റി ക്യാമറ സാമ്പിൾസും എല്ലാം കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്ത കുറച്ച് സാമ്പിൾസാണ്. ആൻഡ് ബ്യൂട്ടിഫുൾ സോർട്ട് ഓഫ് ഈ റെഡ് ലൈറ്റ് ആക്ച്വലി ക്യാമറ എന്നുള്ള റിഫ്ലക്ഷൻ ആണ്, അപ്പോൾ ഡോണ്ട് മൈൻഡ്. ബട്ട് ബ്യൂട്ടിഫുൾ സോർട്ട് ഓഫ്
ഇമേജസ് ആണ് വരുന്നത്. ആൻഡ് ആക്ച്വലി സൈഡ് ബൈ സൈഡ് പോലും വെച്ചാൽ പോലും ഐഫോൺ 12 Pro Maxും 12-ൻ്റെയും സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഐഡൻറ്റിക്കൽ എന്ന് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് 12 Pro Max നൈറ്റ് മോഡിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബെറ്റർ ആണ്. പക്ഷേ ആ ഒരു പ്രൈസ് ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഓൾമോസ്റ്റ് എൻറ്റയർലി ദ സെയിം എന്താ സോർട്ട് ഓഫ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഇതിലും HDR വീഡിയോ സപ്പോർട്ട് ഉണ്ട്. HDR വീഡിയോ അല്ലാതെ നമുക്ക് എന്താ പറയണ നൈറ്റ് ഷോട്ട്സ് എടുക്കാൻ പറ്റും. ബേസിക്കലി നൈറ്റ് മോഡ് വെച്ചിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയ്ക്കും നൈറ്റ് മോഡും ഉണ്ട്, നമ്മുടെ റെഗുലർ ക്യാമറയ്ക്കും നൈറ്റ് മോഡും ഉണ്ട്, ഫ്രണ്ട് ഫേസിങ് നൈറ്റ് മോഡ് ഉണ്ട്. ആൻഡ് ഓൾ ദീസ് 3 ക്യാമറാസ് ആക്ച്വലി 12 MP സെൻസേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ പ്രൈമറി ക്യാമറ f1.6 12 MP സെൻസറാണ്. ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്, അതും എന്താ പറയണത് 12 MP f2.4 അപ്പേർച്ചർ. ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്ന വേറൊരു 12 MP ക്യാമറ. ബട്ട് ജസ്റ്റ് ഇതിൻ്റെ ആ ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് എത്ര നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ടെന്ന്. അഫ്കോഴ്സ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ പോവാണ്, കുറച്ച് സാമ്പിൾസ് എടുക്കാൻ, അത് ഞാൻ ഓൺ സ്ക്രീൻ ഇടാം. ബട്ട് ബേസിക്കലി ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്ന 12 Pro Max ഇതും കമ്പയർ ചെയ്യുമ്പോൾ സ്ക്രീൻ ക്വാളിറ്റിയും ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും എല്ലാം നോക്കുമ്പോൾ ഈക്വലൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അഫ്കോഴ്സ് സ്ലൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്ക്രീൻ സൈസ്. യെസ്, ഈ ഒരു സ്ക്രീൻ സൈസ് ഇസ് സ്റ്റിൽ ലാർജ്. കണ്ടന്റ് വ്യൂവിങ്ങിനാണെങ്കിലും പ്ലേ ബാക്കിനാണെങ്കിലും വളരെ നല്ലൊരു സ്ക്രീൻ സൈസ് തന്നെയാണ്. ഗെയിമിങ്ങിനായാലും പെർഫെക്റ്റ് ആണ്. പക്ഷേ ചിലവർക്ക് കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ അവർക്ക് 12 Pro Max എടുക്കാം. ആൻഡ് കുറച്ചും കൂടി ചെറുത് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഈസി ടു ഹാൻഡിൽ സോർട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് 12 mini പോകാം. പക്ഷേ ഇത് തന്നെ വളരെ ഈസി ടു ഹാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ നോട്ടിഫിക്കേഷൻസും നമ്മുടെ കൺട്രോൾ സെൻറ്ററും എല്ലാം എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ വേറൊരു സോർട്ട് ഓഫ് ഫീച്ചറുകളെന്ന് പറഞ്ഞാൽ ബാക്ക് ടാപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ആക്ച്വലി കാണിച്ചു തരാം, 1 second. അതിൻ്റെ ബാക്ക് ടാപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ. അപ്പോൾ കണ്ട ഡബിൾ ടാപ്പ് ആക്ച്വലി ഞാൻ ഡയറക്റ്റ്ലി ചെയ്താൽ മതിയായിരുന്നു, കാരണം ഓൾറെഡി എൻ്റെ പ്രീവിയസ് ഫോണിൽ കൺഫിഗേർഡ് ആയിരുന്നു. ബട്ട് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ അഥവാ നമുക്ക് നോട്ടിഫിക്കേഷൻസ് പുൾ ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും. വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും. ആൻഡ് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്റർ വരും. വീണ്ടും ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മുകളിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യേണ്ടത്? പല ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പല ഷോർട്ട് കട്ട്സും ചെയ്യാം. പല ഫോർ എക്സാമ്പിൾ സ്ക്രോൾ ഡൗൺ ആറാം. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മുകളിലോട്ടും താഴോട്ട് പോകും. അങ്ങനെ പല ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, കസ്റ്റമൈസബിലിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇതിൽ ചിലപ്പോൾ 12 Pro Maxൻ്റെ അത്രയും ആവശ്യം വരില്ല, എസ്പെഷ്യലി നോട്ടിഫിക്കേഷൻസ് ആൻഡ് കൺട്രോൾ സെൻറ്റർ. കാരണം ഇത് കുറച്ചും കൂടി ഒരു ഈസി ടു ഹാൻഡിൽ സോർട്ട് ഓഫ് ഡിവൈസ് ആണ്. കോർണേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ വളരെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ കോർണേഴ്സ് ഫുള്ളി റൗണ്ടഡ് ആണ്. ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ബിൽഡ് ക്വാളിറ്റിയും വളരെ നല്ലതാണ്. ലൈറ്റ് വെയ്റ്റ് ഡിസൈനാണ്. അറൗണ്ട് 160 grams ആണ് ഇതിൻ്റെ ഓവറോൾ വെയ്റ്റ് വരുന്നത്. പ്ലസ് ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫേസ് ഐ ഡി ആണ്. ഓൾവേസ് ആസ് ക്വിക്ക് ആസ് എവർ. വെറുതെ നമ്മൾ ലോക്ക് ചെയ്യുക, പ്രസ് ചെയ്യാൻ ലോക്ക് ആൻഡ് ഡൺ. ആൻഡ് വേറെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ഒരു സെറ്റപ്പ് ബോട്ടം ഫയറിംഗ് ആണ്. ആൻഡ് മറ്റേ നമ്മുടെ ഇയർ പീസ് തന്നെയാണ് സെക്കൻഡറി സ്പീക്കറായിട്ട് ഡബിൾ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ഡ്യുവൽ സിം ഫങ്ഷനാലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഡ്യുവൽ നാനോ സിം അല്ല എടുക്കുന്നത്. ഒന്നൊരു ഇ സിം ആണ്, ഒന്ന് ആക്ച്വലി നമ്മുടെ നാനോ സിം ആണ്. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ സിം ഇടാം, പ്ലസ് നമുക്ക് കൺഫിഗർ ചെയ്യാം. നമ്മുടെ എയർടെൽ ആയാലും ജിയോ സിം ആയാലും ഫോർ എക്സാമ്പിൾ ഇ സിം ആയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. എൻറ്റയർ ഫോൺ 7.4 millimeters ആണ് ഇതിൻ്റെ തിക്നെസ്. ആൻഡ് അത് ആക്ച്വലി നമ്മുടെ ഐഫോൺ 12 Pro Max ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും എക്സാക്ട് സെയിം തിക്നെസ് ആണ് രണ്ട് ഫോൺസിലും. ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ കൺസിസ്റ്റൻസി ഒരു കീ ഫാക്ടറാണ്. ആൻഡ് ഐഫോൺ ആക്ച്വലി ഐഫോൺ 12 ആയാലും 12 Pro Max ആയാലും എക്സാക്ട് സെയിം തിക്നെസ്, എക്സാക്ട് സെയിം ഓവറോൾ ബാറ്ററി ലൈഫ് എന്നും പറയാൻ പറ്റും. അതിൻ്റെ mAh ആക്ച്വലി കുറച്ച് വേരി ചെയ്യും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ചാർജിങ് സ്പീഡ് ആയാലും എല്ലാത്തിനും 15 watt മാഗ്സേഫ് ചാർജിങ് ഉണ്ട്. മാഗ്സേഫ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മാഗ്സേഫ് ചാർജിങ് ഉണ്ട് 15 watt അപ് ടു 20 watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അവർ പറയുന്ന ഏകദേശം 30 minutes 50% ഓഫ് ചാർജ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ബട്ട് ഓൾ ദീസ് ഫീച്ചേഴ്സ് എന്താ പറയുക, ഒരു കൺസിസ്റ്റൻറ്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും ഒരു ഹൈ എൻഡ് യൂസർ റിച്ച് എക്സ്പീരിയൻസ് കിട്ടും. ആൻഡ് ഇപ്പോഴത്തെ കറണ്ട് ക്യാമറ സെറ്റപ്പ് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പെർഫോമൻസ്, ഗെയിമിംഗ് എല്ലാം
അൺബീറ്റബിൾ ആണെന്ന് പറയാം. ഒരു ആൻഡ്രോയിഡ് ഫോണും ഇതിൻ്റെ ആ പെർഫോമൻസ് ലെവലിൽ എത്തുന്നില്ല. ഇതിൻ്റെ ഡിസ്പ്ലേയും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ്. ഏത് കണ്ടൻറ് എടുത്താലും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം. അപ് ടു 1200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓവറോൾ വളരെ വളരെ നല്ലൊരു ഫോണാണ്. ആൻഡ് ഈ ഒരു ഫോം ഫാക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഫ്ലാറ്റ് സൈഡ്സ് കൊണ്ടുവന്നതിന് ശേഷം കുറച്ചും കൂടി ബെറ്റർ ഗ്രിപ്പ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ ഫോൺ IP68 റേറ്റഡുമാണ്. അപ്പോൾ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഷവറിൽ യൂസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ റെയിനിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ലാതെ. അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകണമെങ്കിൽ പോലും അപ് ടു എ സർട്ടൻ ഡെപ്ത് 1.5 meters ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, കാരണം ഇത് വാട്ടർ പ്രൂഫും കൂടിയാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ iPhone 12ൻ്റെ അൺബോക്സിങ്ങും ഓവർവ്യൂ എന്ന് പറഞ്ഞത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓൾസോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കണോ അവർക്ക് നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗിവ് അവയിൽ പങ്കെടുക്കാനും മറക്കണ്ട. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. iPhone 12ൻ്റെ നമ്മൾ റിവ്യൂസും കൊണ്ടുവന്നതായിരിക്കും. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.